Hello friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ബർത്ത്ഡേ വ്ളോഗാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ദിവസത്തെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2 ദിവസത്തെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് ഫോട്ടോ എടുക്കുന്ന ദിവസവും ഇന്നൊന്ന് വന്നിട്ട് ബർത്ത്ഡേ ദിവസത്തേൻ്റെയും കൂടി രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മേക്കപ്പ് എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് എന്താണെന്ന് ഒരു പിടിയും കിട്ടാണ്ടാണ് കേട്ടോ ഞാൻ എന്തൊക്കെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. അതിലൊരു ഇതുണ്ടായിരുന്നു, സ്ട്രോ ഉണ്ടായിരുന്നു. സ്ട്രോയിൽ ഊതുകയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് എനിക്ക് കയറുന്നില്ല. എന്നിട്ട് എങ്ങനെയൊക്കെയോ കുത്തി കയറി. പിന്നെ ഊതാൻ നോക്കിയപ്പോൾ ഊതുമ്പോൾ കിട്ടണമില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ഊതുമ്പോൾ ശരിക്കും ഇതാക്കണേ ഇല്ല. എന്നിട്ട് ഞാൻ പേടിച്ചു, ഇനി ഓട്ടയുണ്ടാവുമോ, ഇതിങ്ങനെ തന്നെയാണോ എന്നൊക്കെ കേട്ടോ. പിന്നെ കുറച്ച് ഊതുമ്പോൾ ഭയങ്കര വലുതായി വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആ മുഖത്ത് കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ഊതിക്കഴിഞ്ഞു കേട്ടോ. അതായത് ഒരു നമ്പർ 1 ഞാൻ ഊതിക്കഴിഞ്ഞു. അത് തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാണ്. അടുത്ത നമ്പർ വന്നിട്ടാണ് 8 കേട്ടോ. 8 ചെറിയൊരു പ്രശ്നമായത്. കാരണം ഞാൻ അത് തുറക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തുറന്നു കഴിഞ്ഞപ്പോൾ അത് എസ് പോലെയാ 2 പോലെയാ എന്തൊക്കെയൊക്കെയോ തോന്നിയിട്ടാണ്. കാരണം അതെന്താണെന്നറിയില്ല. അത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ്. പക്ഷെ ഇങ്ങനെ തന്നെയാണ് സംഭവം. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ അയ്യോ ഞാൻ ചതിച്ചല്ലോ, ഇനി ഞാൻ എങ്ങനെ പോയി മാറ്റിയിട്ട് വരും. കുറച്ച് ദൂരം നിന്നാണ് മേടിച്ചത്. അപ്പോൾ എന്തായാലും പെട്ട അവസ്ഥയാണ്. പിന്നെ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. കാശ് കൊടുത്തിട്ട് വെറുതെ മേടിച്ചിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലാസ്റ്റ് ശരി എന്തായാലും ഞാൻ ഊതി നോക്കാൻ പറഞ്ഞിട്ട് ഊതി നോക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ്. അങ്ങനെ തോൽക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ ഊതി തന്നെ നോക്കിയിട്ടാണ്. ഊതി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഞാൻ അത്ര പേടിച്ചിട്ടാണ് ഊതിയത്. പക്ഷെ എങ്ങനെ 8 വന്നു കേട്ടോ. അങ്ങനെ 8 വന്നതിന് ശേഷം അതിനെ കുറച്ച് നേരെയാക്കുമ്പോൾ കറക്റ്റ് 8 കിട്ടിയിട്ടാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ക്യാമറമാൻ ഇല്ല, അതാണ് വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ അമ്മൂമ്മനെ വിളിക്കാൻ നോക്കി. അമ്മൂമ്മ വേണ്ട, അമ്മൂമ്മ ചീത്തയൊക്കെ പറയുന്നത്. ശരി അടുത്തത് വന്നിട്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ ആ 18 നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നൂല് വെച്ച് കെട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ് സംഭവം. പിന്നെ ഞാൻ എന്തായിട്ട് കുറച്ച് പാടത്ത് പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാടത്തും പോയി ഒരു 2-3 ഫോട്ടോ എടുത്തു. അപ്പോൾ ക്യാമറമാൻ വന്നിട്ട് എൻ്റെ അനിയനാണ് കേട്ടോ. അത് നടന്നു പോകുന്നതാണ് എൻ്റെ അനിയൻ കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഒരു വെയിലായിരുന്നു, നല്ല വെയിലായിരുന്നു. ആ വെയിലത്തും ഞാൻ പോയി ഫോട്ടോ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോൻ്റെ ദിവസത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത ദിവസമാണ് എൻ്റെ പിറന്നാൾ വന്നിട്ട് March 9 ആയിരുന്നു. അപ്പോൾ അതിനുള്ള വ്ളോഗാണ്. അപ്പോൾ രാവിലെ എണീച്ചത് ഞാൻ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയിട്ടാണ്. അപ്പോൾ ബർത്ത്ഡേക്കും ഫോട്ടോ എടുക്കുന്ന ഒരേ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ടിട്ടാണ് അമ്പലത്തിൽ പോയത്. അടുത്തുള്ള ശിവൻകോവിലാണ് കേട്ടോ ഞാൻ പോയത്. അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു പോയത്. അങ്ങനെ ശിവൻകോവിലിൽ പോയി പ്രസാദമൊക്കെ മേടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് വരുമായിരുന്നു. തിരിച്ച് വരുമ്പോൾ എൻ്റെ മുഖം കാണിക്കാൻ നല്ല മടിയാണ്. കാരണം ഒരു കണ്ണ് വീങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല. രാവിലെ എണീക്കുമ്പോൾ അത് തന്നെ ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ കേക്ക് മേടിക്കാൻ കടയിൽ കയറി കേട്ടോ. അങ്ങനെ അടുത്തുള്ള കടയിൽ ചെറിയ കേക്ക് എനിക്ക് പറ്റണ പോലെ ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ആ ചെറിയൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ 2-3 മേടിച്ചു. പിന്നെ ഞാൻ കടയിൽ പേരെഴുതാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വീഡിയോ എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഗീതു എന്നാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ അതും എഴുതാൻ കൊടുത്തപ്പോൾ അതും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ രാവിലെ നേരത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു പഴംപൊരിയും പരിപ്പ് വടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്കും വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും ബിരിയാണി വെക്കാൻ അരിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തിയത് അമ്മൂമ്മ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയൻ ചിക്കൻ എടുത്തിട്ട് വരുമ്പോൾ ഐസ്ക്രീം മേടിച്ചിട്ട് വന്ന് അതും കഴിച്ചു. പിന്നെ വന്നിട്ട് ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ തക്കാളിയും ഉള്ളിയും അതിന് കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. തുടക്കത്തിൽ മാത്രം എടുത്തത്, അവസാനവും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ചിക്കനും ബിരിയാണിയും ആയിരുന്നു ഇന്നത്തെ സദ്യയല്ല
ഫുഡ്. അങ്ങനെ ചിക്കൻ വയ്ക്കാൻ അടുപ്പിൽ തീയിട്ട് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാനൊരു പണി ഏറ്റെടുത്തത്. സാലാഡ് ഉണ്ടാക്കാൻ ഉള്ളി അരിയാൻ വേണ്ടിയിട്ട്. ഉള്ളി അരിഞ്ഞ കോലമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കണ്ണൊക്കെ ആകെ കലങ്ങിയില്ല. പിന്നെ വന്നിട്ട് കേക്ക് കട്ടിങ് ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 4 മണി 4:30 ആയപ്പോഴാണ് കേക്ക് കട്ടിങ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ കസിൻസും പിന്നെ മാമൻ ആൻറ്റി അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാരണം ആരും ഒന്നും പറയണ്ട, കാരണം എൻ്റെ വീട് ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കൃഷി, അതായത് പച്ചക്കറി, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ വിചാരിച്ച അത്ര അതിനേക്കാളും കൂടുതൽ ഗംഭീരമായിട്ടാണ്. പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ഗിഫ്റ്റും തന്നു. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിരുന്നു. ഇരുട്ടൊന്നും ആയിട്ടില്ല, ഒരു 6 മണി 6:30 ആകുമ്പോഴാണ്. അപ്പോൾ കഴിക്കാൻ നൂലിപ്പുട്ടും ചിക്കനും ആയിരുന്നു ഉള്ളത്. പിന്നെ നൂലിപ്പുട്ടും ചിക്കനും അല്ലാണ്ട് സാലഡ് എടുക്കാൻ സത്യമായിട്ട് മറന്നു കേട്ടോ. ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണീൻ്റെ കൂടെ സാലഡ് ഇടാൻ മറന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു സാധനം ഉള്ള കാര്യം ഓർമ്മ വന്നിട്ട് പോയി എടുത്തത്. പിന്നെ എടുത്തിട്ട് എന്തായാലും അവർ കഴിച്ചിട്ടൊന്നുമില്ല, കഴിച്ച് പാതിയാകുമ്പോഴേക്കും ഓർമ്മ വന്ന് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അടുത്ത ദിവസം വന്നിട്ട് മാർച്ച് 10-ാം തീയതി ഞങ്ങൾക്ക് എക്സാമാണ് കേട്ടോ. അതുപോലും ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരൊക്കെ പെട്ടെന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഒരു കമ്മലായിരുന്നു കേട്ടോ, ഒരു ഗോൾഡൻ കളറിൻ്റെ. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വ്ളോഗ് ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല, അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. കമ്മലിടാൻ വയ്യാണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.